വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനൊടുവിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും വെള്ളരിപ്രാവ് പറത്തി ഒരു യുവ പണ്ഡിതൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനാകുന്നു. രാഷ്ട്രീയ സംഘർഷത്തിന്റെ തീച്ചൂളയിൽ കനിവിന്റെ ഉറവ് ചൊരിഞ്ഞ ഈ സംഭവം വിവിധ സോഷ്യൽ മീഡിയകളിലായി പതിനായിരങ്ങളാണ് ഷെയർ ചെയ്തത്. സോഷ്യൽ മീഡിയയിലെ ടെക് വിദഗ്ധനായ ഹൈന്ദവ സുഹൃത്ത് രതീഷ് ആർ മേനോൻ തന്റെ ഫേസ്ബുക്ക് പേജിലിട്ട വീഡിയോ മാത്രം 3 ലക്ഷത്തിൽ പരം ആളുകൾ കണ്ടുകഴിഞ്ഞു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് ലൈക്കും കമന്റ്സും നൽകുന്നത്. കോഴിക്കോട് ജില്ലയിലെ കോട്ടൂർ പഞ്ചായത്തിലെ പാലോളി പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം സർവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ഈ സംഭവം അരങ്ങേറിയത്. വിഷയത്തിലെ കഥാപാത്രമാകട്ടെ യുവ പണ്ഡിതനും നടുവണ്ണൂർ സോൺ SYS പ്രസിഡന്റുമായ കോട്ടൂർ അബ്ദുൽ മജീദ് സഖാഫിയുമാണ്. ചൂടും ചൂരും പകർന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ കൊട്ടിക്കലാശം പാലോളിയിൽ അതിരുകടക്കുമെന്നായപ്പോൾ ഒരു കക്ഷിയുടെ പ്രചാരണ വാഹനത്തിലെ മൈക്ക് ഏറ്റെടുത്ത് സമാധാനത്തിന്റെ സന്ദേശമുരുവിട്ട് എല്ലാ കക്ഷികളെയും ശാന്തരാക്കുകയായിരുന്നു മജീദ് സഖാഫി. സോഷ്യൽ മീഡിയയിൽ വൈറലായ സഖാഫിയുടെ കൊട്ടിക്കലാശത്തിലെ പ്രസംഗം കേൾക്കാം. എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടും അവസാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകൾ വരും പോകും. ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ട്. ആഹ്ലാദവും പ്രകടനവും സന്തോഷവും സാധാരണവുമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ നാടിന്റെ സമാധാനത്തെയും സ്നേഹത്തെയും ഐക്യത്തെയും സാഹോദര്യത്തെയും തകർക്കുന്ന രൂപത്തിലാകരുത്. വിജയവും പരാജയവും എപ്പോഴും ഉണ്ടാകുന്നതാണ്. എല്ലാ കക്ഷികൾക്കും വിജയിക്കാൻ സാധിക്കില്ല, എല്ലാ കക്ഷികൾക്കും പരാജയപ്പെടാനും സാധിക്കില്ല. പക്ഷെ നമ്മുടെ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും ഐക്യവും അതൊരിക്കലും തകർന്നുകൂടാ. അതുകൊണ്ട് ഇതുവരെ ആഹ്ലാദം പ്രകടിച്ച മുഴുവൻ സഹോദരങ്ങളും എല്ലാ പോരുകളും മറന്നു, എല്ലാ വീറും വാശികളും മറന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ പിരിയാവൂ എന്ന് ഈ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ നാം എല്ലാവരും ഇവിടെ ജനിച്ചവരാണ്. ഒരു ഉമ്മയുടെ മക്കളെ പോലെ ജീവിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് വിട പറഞ്ഞു പോകണം. ഒരാൾക്കും മറ്റൊരാളുടെ വിദ്വേഷമോ വെറുപ്പോ പകയോ ഉണ്ടാകരുത്. ജനാധിപത്യത്തിന്റെ രീതി ഇതാണ്. പ്രകടനവും ആഹ്ലാദവും സന്തോഷമൊക്കെ ഉണ്ടാവും. അത് ജനാധിപത്യ രാജ്യത്ത് പറയപ്പെട്ട സംഗതിയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ പരസ്പരം നമ്മുടെ നാട്ടിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കളങ്കപ്പെടുത്തുന്ന രീതിയിലാകരുത്. അതുകൊണ്ട് ഇതുവരെ വയറോടെ വാശിയോടെ പോരാടിയ നമ്മളെല്ലാവരും ഒന്നിച്ചാശ്രയിച്ച് സന്തോഷം പങ്കിട്ടുകൊണ്ട് ശേഷം മാത്രമേ വീട്ടിലേക്ക് പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി അങ്ങോട്ട് കൃത്യം 5 മണി സമയമായി കഴിഞ്ഞു. ഒരാളും ഒരു ബഹളത്തിനും ഒരു പ്രകടനത്തിനും ഒരു ആഹ്ലാദത്തിനും ഒന്നും മുതിരാതെ സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പിരിയണമെന്ന് ഈ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും തെരഞ്ഞെടുപ്പ് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ആവേശത്തിമർപ്പിലായ രാഷ്ട്രീയ പാർട്ടികൾ അത്രയും സഖാഫിയുടെ വാക്കുകൾ ശിരസാവഹിച്ച് പരസ്പരം സ്നേഹവായ്പകൾ ചൊരിഞ്ഞാണ് പിരിഞ്ഞുപോയത്. തീർന്നില്ല. രാത്രിയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അണിനിരത്തി സ്വന്തം വീട്ടിൽ സ്നേഹവിരുന്നൊരുക്കാനും മജീദ് സഖാഫി മറന്നില്ല. അന്നേ ദിവസം തന്നെ രാത്രി വീട്ടിൽ വിളിച്ചു ചേർത്ത സൗഹൃദ സംഗമം പാലോളി മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് PV അബ്ദുൽ ഗഫൂർ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പുതിയോത്ത് മേച്ചാലക്കര ശ്രീ പാർവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പുതിയോത്ത് വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കക്ഷി സ്ഥാനാർത്ഥികളായ മുസ്ലിം ലീഗിലെ തേവറക്കണ്ടി മൊയ്തി, CPM-ലെ കൊടുത്തടത്തിൽ ഹമീദ്, BJP-യിലെ രാകേഷ് പുതിയോത്ത്, INL-ലെ കുട്യാലി, ബ്ലോക്ക് സ്ഥാനാർത്ഥി മൂസക്കുട്ടി തുടങ്ങിയവരും വിവിധ പാർട്ടികളിൽ നിന്നുള്ള 100ഓളം പ്രവർത്തകരും സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു. മജീദ് സഖാഫിക്ക് പുറമെ ക്ഷേത്ര മഹല്ല് പ്രസിഡന്റുമാർ രക്ഷാധികാരികളായി സ്ഥിരം സൗഹൃദ സമിതിയും രൂപീകരിച്ച് എല്ലാവരും പരസ്പരം ആശ്ലേഷിച്ച് പിരിഞ്ഞത് നാടിന് നവ്യാനുഭവമായി. SYS ജില്ലാ പ്രവർത്തക സമിതി അംഗവും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ബാലുശ്ശേരി മേഖലാ പ്രസിഡന്റുമായ മജീദ് സഖാഫി തന്റെ ഈ പ്രവർത്തനത്തിന് പ്രചോദനമേകിയത് തന്റെ വന്യഗുരു കാന്തപുരം ഉസ്താദാണെന്ന് KMIC ന്യൂസിനോട് പറഞ്ഞു. വന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത സന്ദേശങ്ങളാണ് അത്തരമൊരു പ്രഭാഷണത്തിന് എനിക്ക് പ്രചോദനമേകിയിട്ടുള്ളത്. വർഷങ്ങളോളമായി ഉസ്താദിന്റെ കൂടെ തന്നെ സഞ്ചരിക്കാനും ഉസ്താദിന്റെ ഒരു നിഴൽപോലെ പിന്തുടരാനും എനിക്ക് സാധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ പൊതുജനങ്ങൾക്കും മറ്റു മതക്കാർക്കും
ഉള്ള ഒരു സമാധാനത്തിന്റെ വക്താവ് കൂടിയാണല്ലോ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർ അറിയപ്പെടുന്നത്. അപ്പൊ ഉസ്താദ് അവർകളിൽ നിന്ന് നേരിട്ട് കാണുകയും പഠിക്കുകയും ചെയ്ത സന്ദേശങ്ങളാണ് അത്തരം ഒരു പ്രഭാഷണത്തിന് ആ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ എനിക്ക് പ്രചോദനം നൽകിയത്. നാട്ടുകാരത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുകയും അത്തരമൊരു സന്ദേശം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യാനുണ്ടായ കാരണം വന്യരായ ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ പഠിക്കുകയും അദ്ദേഹത്തോടൊപ്പം നിരവധി വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ കൂടിയാണ് അത്തരമൊരു പ്രഭാഷണത്തിന് എനിക്ക് പ്രചോദനം നൽകിയത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.